നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷ് യൂണിറ്റ് 2 ആക്ടിവിറ്റി 9 പോസ്റ്റർ ഡിസൈൻ എന്ന ആക്ടിവിറ്റിയുമായിട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആക്ടിവിറ്റി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വി യൂസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഫോർ various purposes. In our daily life, we use different sort of plastic materials for different kinds of purposes. But plastic waste is harmful. Design a poster in your notebook against plastic pollution. We all know often we use plastic, but plastic waste is harmful to human being, animals, and environment. So the activity here given is design a poster in your notebook against plastic pollution. The example of a poster is given below that says say no to plastic. നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിലെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂട്ടാൻ കഴിയാത്ത ഒന്നായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ഉപയോഗം മാറിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് എന്നുള്ളത് നമുക്കായിക്കോട്ടെ, നമ്മുടെ കൂടെയുള്ള ജീവികൾക്കായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രകൃതിക്കായിക്കോട്ടെ, എല്ലാവർക്കും ഹാംഫുൾ ആണ്. അപ്പോൾ ഇതിന് വേണ്ടി ഈ ഒരു പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഒരു കൊക്ക് ഇങ്ങനൊരു ഭയങ്കര പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നവരെടുത്ത് അതിൻ്റെ കൊക്കൊക്കെ കെട്ടിയിട്ടുള്ളൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൈയും കാലൊക്കെ കെട്ടിയിട്ടുള്ള, താഴെ കുറച്ച് മീനുകളൊക്കെ ചത്തതുപോലെയൊക്കെയുള്ള ഒരു മീനിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു സേ നോ ടു പ്ലാസ്റ്റിക് എന്നുള്ള ഒരു പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരെയുള്ള ഒരു സ്ലോഗനായിട്ടാണ് അവിടെ നൽകിയിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ നമ്മളൊരു പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ആക്ടിവിറ്റി. ഞാനിത് AI ടൂൾ ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. നിങ്ങൾ സ്വന്തമായിട്ടാണ് തയ്യാറാക്കേണ്ടത്. ഒരു റെഫറൻസിന് മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു പോസ്റ്റർ നിങ്ങൾ എടുക്കുക. അതല്ലാതെ ഇത് അതേപോലെ കോപ്പി അടിക്കാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനോ പാടില്ല എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു പോസ്റ്ററിൽ ഞാൻ എഴുതിയിരിക്കുന്നത് സേ നോ ടു പ്ലാസ്റ്റിക് എന്ന് എഴുതിയിട്ടുണ്ട്. പ്രൊട്ടക്ട് അവർ ഓഷ്യൻസ് ആൻഡ് ആനിമൽസ്, നമ്മുടെ ഓഷ്യൻസ്, കടലുകളെയും മൃഗങ്ങളെയും സംരക്ഷിക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. നമുക്ക് പരമാവധി ആ ഒരു കാര്യങ്ങൾ 3R എന്നാണ് അതിന് പറയുക. പരമാവധി കാര്യങ്ങൾ നമ്മൾ ഉപയോഗം കുറയ്ക്കുക, അതാണ് റിഡ്യൂസ്. പരമാവധി കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, അതാണ് റീയൂസ്. പരമാവധി കാര്യങ്ങൾ നമ്മൾ റീസൈക്കിൾ ചെയ്യുക, വീണ്ടും ഉപയോഗിക്കാനായിട്ട് നമ്മൾ അതിനെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബ്രിങ് യുവർ ഓൺ ബോട്ടിൽ ആൻഡ് ബാഗ്. നമ്മൾ ബോട്ടിലും ബാഗും പല സ്ഥലത്തും കൊണ്ടുപോയാൽ നമുക്ക് ഇപ്പോൾ കുപ്പിവെള്ളം വാങ്ങുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ ബാഗ് കടയിൽ പോകുമ്പോൾ പ്ലാസ്റ്റിക് കവറുകൾ ചോദിക്കാതെ നമ്മൾ തന്നെ കവറുകൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, അതിൽ തന്നെ സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരാനൊക്കെ ശ്രമിക്കുക. കീപ്പ് അവർ പ്ലാനറ്റ് ക്ലീൻ. നമ്മുടെ പ്ലാനറ്റ് എന്ത് ചെയ്യുക, വളരെ ക്ലീൻ ആയിട്ട് വെക്കുക. ബ്രിങ് യുവർ പ്ലാനറ്റ് ക്ലീൻ. നമ്മുടെ ആ ഒരു പ്ലാനറ്റ് എന്ത് ചെയ്യുക, ക്ലീൻ ആക്കി കൊണ്ടുവരിക. അതേപോലെ അവിടെ ഒരു ചിത്രം കൂടെ കൊടുത്തിട്ടുണ്ട്. അത് കുറേ കുപ്പിയും അല്ലെങ്കിൽ മറ്റു പ്ലാസ്റ്റിക് ഉപയോഗത്തിൻ്റെ ഇടയ്ക്ക് ഒരു കുക്ക് കഷ്ടപ്പെട്ട് നടന്നു പോകുന്നതാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇൻസൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, കുട്ടികളോട് സ്വന്തമായിട്ട് ചിത്രങ്ങൾ വരയ്ക്കാനും കുട്ടികളോട് അതിനു വേണ്ട വാചകങ്ങൾ എഴുതാനും ആവശ്യപ്പെടുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.